ബിഗ് ബോസ് തമിഴ് അൾട്ടിമേറ്റ് സീസൺ 2 അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടെ പറയാൻ വേണ്ടി പോകുന്ന ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ 2 എന്താണ് എന്നുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പോയ സീസണിലെ കുറച്ച് കണ്ടസ്റ്റൻസിലേക്ക് ഉൾപ്പെടുത്തി ഒരു മിനി സീസണാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തമിഴിൽ നേരത്തെ ഒരു സീസൺ കഴിഞ്ഞു പോയായിരുന്നു, ഇപ്പോൾ രണ്ടാമത്തെ സീസൺ വരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് തന്നെ കിട്ടിയ ഒരു അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഹോസ്റ്റ് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി പോകുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിജയ് സേതുപതിയാണ് ഇതിൻ്റെ ഹോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന. ബിഗ് ബോസ് തമിഴ് സീസൺ 8 വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ഹോസ്റ്റ് ചെയ്തു. ആ ഒരു കാര്യം വെച്ച് അൾട്ടിമേറ്റും അദ്ദേഹത്തിന് കൊടുത്തേക്കാണ്. മറ്റാരും ഇനി വരാൻ വേണ്ടി പോകുന്നില്ല. അതായത് നമ്മുടെ കമൽഹാസൻ, സിംബു ഇവരാരും വരത്തില്ല. വിജയ് സേതുപതി തന്നെയാണ് ഇതിൻ്റെ ഹോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇത് എന്ന് തുടങ്ങും എന്നുള്ളൊരു കാര്യത്തിനകത്താണെങ്കിൽ, ഞാൻ ഒന്ന് അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചൊരു കാര്യം, മാർച്ച് 23 ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞത്. കൃത്യം പറഞ്ഞാൽ ഇനി 1 മാസം ടൈമുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇനി അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും കണ്ടസ്റ്റൻസ് ലിസ്റ്റ്, പ്രഡിഷൻസും കാര്യങ്ങളൊക്കെ പുറമേ ഉണ്ടാകും, പ്രൊമോസ് വരും. ഈ വക കാര്യങ്ങളൊക്കെ വെച്ച് മാർച്ച് 23 നമുക്ക് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് കൺഫേംഡ് ഡേറ്റ് എന്നാണ് പറയുന്നത്. ഹോസ്റ്റ് വിജയ് സേതുപതി തന്നെയാണ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ മെയിനായിട്ടും വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീസണിലെ കണ്ടസ്റ്റൻറ്റുകൾ ആരായിരിക്കും എന്നുള്ള കാര്യത്തിന് 3 സീസണിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പേര് കേൾക്കുന്നത്. 6, 7, 8 തമിഴ് 6, 7, 8 സീസണുകളിൽ നിന്ന് കണ്ടസ്റ്റൻസിൻ്റെ പേരാണ് മുൻപന്തിലിങ്ങനെ കേട്ടിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ ഒരു സീസൺ 8 അതിൽ നിന്ന് വരാൻ വേണ്ടി ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസ് ആരെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സൗന്ദര്യ, മഞ്ചരി, റാണവ്, റേയാൻ ഇവരുടെ പേര് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കേൾക്കുക. എത്ര പേരുടെ പേരും കാര്യങ്ങളൊക്കെ മാത്രമേ ഇങ്ങനെ കേൾക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് പേരൊക്കെ ബാക്കി കേൾക്കുന്നുണ്ട്. അതൊന്നും അത്ര കൺഫേം ആയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. റയാൻ്റെ പേരും പിന്നെ ഒരു ഇതായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ മഞ്ചരി, റയാൻ, റാണവ്, സൗന്ദര്യ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്ന. സീസൺ 7ഉം സീസൺ 6ഉമാണ് പിന്നെ കയ്യിലുള്ളത്. എന്ന് വെച്ചാൽ സീസൺ 7 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പുതിയ പേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിചന്ദ്ര, മായ, വിഷ്ണു, ദിനേശ് ഇവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ സൗന്ദര്യ പോകുന്നതുകൊണ്ട് വിഷ്ണു വരുന്നില്ല എന്നുള്ള കാര്യങ്ങളും കൂടി ഇങ്ങനെ ഒരു സംസാര വിഷയമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ആരെങ്കിലും വരുമോ നടത്തില്ല. പിന്നെ പൂർണിമ വരുമെന്നുള്ള കാര്യവും ഇങ്ങനെ പൊതുവെ കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ, റാണവിൻ്റെ കാര്യം ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം തന്നെയാണ്. റാണവ് കൺഫേം ആയിട്ട് കാണും. പിന്നെ നമ്മുടെ കൂൾ സുരേഷ്, നമ്മുടെ സീസൺ 7ലെ കൂൾ സുരേഷ് ഇപ്പോൾ ഒരു സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ എന്തോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ 2 ദിവസം മുമ്പ് നടന്നായിരുന്നു. ആ ഒരു സമയത്ത് റാണവ് അവിടെ വെച്ച് നമ്മുടെ ഒരു ഉറപ്പിച്ച് പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യങ്ങൾ കൺഫേം ആയിട്ടും പറഞ്ഞു താൻ പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൻ്റെ സൂചന ഇങ്ങനെ കൊടുക്കുകയുണ്ടായി. അവിടെ വെച്ച് മറ്റൊരു കാര്യം കൂടി ഇങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂൾ സുരേഷും ഇതിൽ കൺഫേം ആയിട്ട് കാണും എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിന് ഒരു 50% നമുക്ക് ഉറപ്പിക്കാം കൂൾ സുരേഷും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് സീസൺ 6ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്ന പേര് അമുതവാണൻ, മൈന, വിക്രമൻ, ഷിവിൻ, ധനലക്ഷ്മി ഇവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഇത്ര പേരുടെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ഒരു അപ്ഡേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ബിഗ് ബോസിൻ്റെ ഇനി 5ന് മുകളിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഇന്നേ വരെ കേട്ടൊരു പേര് ഓവിയയുടെ പേര് മാത്രമാണ്. ബാക്കി അപ്ഡേറ്റുകളൊന്നും എവിടെയും കിട്ടിയിട്ട് പോലുമില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മൊത്തം 16 കണ്ടസ്റ്റൻറ്റും 80 ദിവസവുമായിരിക്കും ഈ ഷോ നടക്കാൻ വേണ്ടി പോകുന്ന. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് സീസൺ 6 നോക്കിക്കഴിഞ്ഞാൽ, മൈന, അമുതവാണൻ, വിക്രമൻ, ധനലക്ഷ്മി ഇവരുടെ 4 പേരുടെയും പേരാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. സീസൺ 7 നോക്കിക്കഴിഞ്ഞാൽ മണിചന്ദ്ര, മായ, പൂർണിമ, വിഷ്ണു, ദിനേശ്. ഇതിൽ വിഷ്ണു, സൗന്ദര്യ പോകുന്നുണ്ട് വളർത്തുന്നുള്ള കാര്യങ്ങളും കൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ സീസൺ 8 നോക്കിക്കഴിഞ്ഞാൽ റയാൻ, റാണവ്, മഞ്ചരി, സൗന്ദര്യ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കാര്യം വെച്ച് ഈ 3 സീസണിൽ ഉള്ള ആൾക്കാരുടെ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ മാത്രം നമ്മളെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഹോസ്റ്റിൻ്റെ കാര്യവും കൺഫേമാണ്, വിജയ് സേതുപതി തന്നെയാണ്. പിന്നെ ഈ സീസൺ നമ്മുടെ മാർച്ച് 23 ഇങ്ങനെ തുടങ്ങുന്നതാണ് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ 2ൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ബിഗ് ബോസ് മലയാളം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അത് അതിൻ്റെ വഴി
നടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് BB അൾട്ടിമേറ്റ് മാർച്ച് 20 നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. IPL അതിൻ്റെ കൂടെ നമുക്കിതും കൂടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയും കൂടെ ഒന്നായി ജിയോ സ്റ്റാർ ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അതിൽ നോക്കാൻ നേരത്ത് നമുക്ക് എല്ലാ ബിഗ് ബോസ് നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് BB അൾട്ടിമേറ്റ് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കൂടെ കാണാൻ വേണ്ടി OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ വേണ്ടി പറ്റുന്ന ആദ്യത്തെ ബിഗ് ബോസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു BB അൾട്ടിമേറ്റ്. ആ ഒരു കാര്യങ്ങളെ വെച്ച് ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ. സോ ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും കാരണം കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മുടെ BB മലയാളത്തിൻ്റെ അപ്ഡേറ്റും കാരണം കിട്ടിക്കഴിഞ്ഞാൽ BB അൾട്ടിമേറ്റിൻ്റെ അപ്ഡേറ്റ് കിട്ടിയാൽ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ബിഗ് ബോസ് വീഡിയോ ആയിട്ട് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.